കൃഷ്ണപുരം തേവലപ്പുറം ഗവൺമെന്റ് എൽ.പി. സ്കൂളിന്റെ വാർഷികാഘോഷം നടത്തി. എം.എൽ.എ. ഫണ്ട് വിനിയോഗിച്ച് സ്കൂളിൽ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനവും നടന്നു. മാറ്റൊലി എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കൃഷ്ണപുരം കാപ്പിൽമേക്ക് തേവലപ്പുറം ഗവൺമെന്റ് എൽ.പി. സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും വാർഷികാഘോഷവും സംഘടിപ്പിച്ചു. മാറ്റൊലി 2025 എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. എം.എൽ.എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. നിർമ്മാണോദ്ഘാടനവും വാർഷികാഘോഷവും അഡ്വക്കേറ്റ് യു പ്രതിഭ എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. നിരന്തരമായിട്ട് പ്രയാസങ്ങൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ വരുന്നുണ്ട്. പക്ഷെ ഇവിടെ ഇരിക്കുന്ന ശശികല ചേച്ചിക്കാണെങ്കിലും ശ്യാമിലേക്കാണെങ്കിലും അന്വേഷണാണെങ്കിലും എല്ലാവർക്കും അറിയാം എന്തുകൊണ്ടാണ് നമുക്കിത് താമസം. നമുക്ക് പ്രധാനമന്ത്രിയുടെ പദ്ധതികളിൽ കുറേ സ്കൂളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇരിക്കുന്ന കൗൺസിലേഴ്സ് എല്ലാവർക്കും അറിയാം. നഗരസഭയുടെ അതിൻ്റെ പേപ്പേഴ്സ് എല്ലാം ഉണ്ട്. അപ്പം തേവലപ്പുറം അടക്കം കൃഷ്ണപുരം അടക്കം ഒരു 4-5 സ്കൂളുകൾ പ്രധാനമന്ത്രിയുടെ ആ ഒരു വിദ്യാഭ്യാസ പദ്ധതിയുടെ കെട്ടിട നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് കുറച്ചുകൂടി ശാന്ത കൃത്യമായിട്ട് പറയും. അപ്പോൾ ആ ഒരു അവസരത്തിൽ ആ ഫണ്ട് ഇല്ലാത്ത സ്കൂളുകളെ എല്ലാം നമ്മൾ എം.എൽ.എ. ഫണ്ടിൽ കയറ്റിവിട്ടു. നമ്മുടെ കായംകുളം അസംബ്ലി മണ്ഡലത്തിൽ ഒരുപാട് സ്കൂളുകൾ ഞങ്ങൾ കിട്ടി. ഈ അവസരത്തിൽ പറഞ്ഞിക്കാവ് യു.പി. സ്കൂൾ കിട്ടി, പത്തിയൂർ പഞ്ചായത്തിലെ 4 സ്കൂൾ കെട്ടിടം കിട്ടി, ദേവികുളങ്ങര പഞ്ചായത്തിലെ 4-5 സ്കൂൾ കെട്ടിടങ്ങൾ പൂർത്തീകരിച്ചു. അത് കഴിഞ്ഞപ്പോൾ കൃഷ്ണപുരത്ത് ഫണ്ടില്ലാന്ന് പറഞ്ഞ് കൃഷ്ണപുരത്ത് 1.5 കോടി രൂപ കൊടുത്തുകൊണ്ട് കൃഷ്ണപുരത്ത് ഇതിപ്പം പൂർത്തീകരിച്ചു. അപ്പോഴാണ് പറഞ്ഞത് ഇത് നടക്കാൻ സാധ്യതയില്ല. എനിക്ക് വലിയ സങ്കടമായി. കാരണം എല്ലാ വർഷവും ഇവിടെ വർഷം വിളിക്കുമ്പോൾ ആദ്യം ഞാൻ പറഞ്ഞൊരു വാക്കുകൊണ്ട് ഞാൻ സ്കൂൾ കെട്ടിടം തരാം. അപ്പോൾ ഇവിടെ ഈ ഫണ്ട് ഉറപ്പാണെന്നും പറയുന്നുണ്ട്. ആ അവസരത്തിൽ നഗരസഭയിൽ ഇവർ പറഞ്ഞു ഇനി മിക്കവാറും അത് നടക്കാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞു. ആ നിമിഷം തന്നെ മറ്റൊരു ഫണ്ട് വേറൊരു ആവശ്യത്തിന് വെച്ച ഫണ്ട് അപ്പോൾ തന്നെ ക്യാൻസൽ ചെയ്ത് തേവലപ്പുറം സ്കൂളിൽ വെക്കുകയായിരുന്നു. കാരണം ഇനി ഒരു അവധി വെക്കാൻ പറ്റില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് പഴയ ആ ഒരു പ്രതാപത്തിലേക്ക് പുതിയ കെട്ടിടം കൊണ്ടുവന്ന് നമുക്ക് ഇനി കുഞ്ഞുങ്ങളെ കൂടുതലായിട്ട് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരാൻ ഒരു കൂട്ടായ പരിശ്രമം എല്ലാവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്ന് നിങ്ങളോട് എല്ലാവരോടും നല്ല സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി. ശശികല അധ്യക്ഷത വഹിച്ചു. ഇവിടെ കുട്ടികളുടെ എണ്ണം വർദ്ധിച്ച്, പക്ഷെ അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് ഉണ്ടായിരുന്നു. ആ കുറവ് പരിഹരിക്കുന്നതിനാണ് നമ്മുടെ ബഹുമാനപ്പെട്ട എം.എൽ.എ. 50 ലക്ഷം രൂപയാണ് ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തുന്നത് അനുവദിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് കൂടുതൽ കുഞ്ഞുങ്ങൾ ഇപ്പം നമുക്കറിയാം വിദ്യാഭ്യാസ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ സർക്കാർ സ്കൂളുകളിലേക്കും എയ്ഡഡ് സ്കൂളുകളിലേക്കും കുട്ടികളുടെ വലിയൊരു പ്രവാഹം തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അൺഎയ്ഡഡ് സ്കൂളുകളിലെ ക്ലാസ് മുറികളുടെ എണ്ണം കുറയ്ക്കാനും ക്ലാസ്സിൻ്റെ എണ്ണം കുറയ്ക്കുക, സ്റ്റാൻഡേർഡിൻ്റെ എണ്ണം കുറയ്ക്കുമ്പോൾ നമ്മുടെയൊക്കെ സ്കൂളുകളിൽ, നമ്മുടെ ഗവൺമെൻറ് സ്കൂളിൽ അടക്കമുള്ള സ്കൂളുകളിൽ ക്ലാസ്സിൻ്റെ കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുകയും നമുക്ക് സ്റ്റാൻഡേർഡുകൾ വർദ്ധിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രഥമാധ്യാപിക അനിത വി സ്വാഗതം പറഞ്ഞു. കായംകുളം മുനിസിപ്പൽ വൈസ് ചെയർമാൻ ജെ ആദർശ് മുഖ്യപ്രഭാഷണം നടത്തി. നമ്മുടെ സ്കൂളിന്റെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെന്റ് ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിക്കും. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ തേവലപ്പുറം എൽ.പി. സ്കൂളിന് നമ്മുടെ പ്രിയങ്കരിയായ എം.എൽ.എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ആദ്യ ഗഡു എന്ന നിലയ്ക്ക് 50 ലക്ഷം രൂപ അനുവദിച്ചതിന്റെ നിർമ്മാണോദ്ഘാടനം നമ്മളിവിടെ നടത്തുന്നത്. നമ്മുടെ കായംകുളം നഗരസഭാ പ്രദേശത്ത് ഏകദേശം 14 സർക്കാർ സ്കൂളുകളാണ്. ഈ 14 സർക്കാർ സ്കൂളുകൾക്കും നമ്മുടെ പ്രിയങ്കരിയായ എം.എൽ.എയുടെ 8 വർഷക്കാലം കായംകുളം മണ്ഡലത്തിൽ നമ്മുടെ എം.എൽ.എ. ആയിരിക്കെ കെട്ടിടം അനുവദിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കൂളുകൾക്ക് ഭൗതിക സാഹചര്യങ്ങൾ, നമ്മുടെ സ്കൂളുകൾക്ക് വേണ്ട മറ്റ് കെട്ടിടം ഒഴികെയുള്ള ബാക്കിയെല്ലാ. റംല ബിബിഐ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഷാമില അനിമോൻ സമ്മാന വിതരണം നടത്തി. ബിദു രാഘവൻ ക്യാഷ് അവാർഡ് വിതരണവും എ സിന്ധു LSS വിജയികൾക്കുള്ള അനുമോദനവും നിർവഹിച്ചു. CS ഭാഷ, ശ്രീലത ജ്യോതികുമാർ, മുബീന M, ബിന്ദുമോൾ V, PT മിനി, വിശ്വനാഥൻ, ലതാകുമാരി AB, അലങ്കൃത ഷിജിത്ത്, മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.